ഹായ്, ഇതെന്താണെന്നറിയോ? ഇതാണ് മദ്ബൂഹ. അത്യാവശ്യം നല്ല സ്പൈസി ആയിട്ടുള്ള സാധനമാണ്. ചപ്പാത്തിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ വളരെ അടിപൊളി സാധനമാണ്. എന്തായാലും ഇതൊന്ന് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു 10 തക്കാളി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് അത് നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതൊരു പാനിലേക്ക് ആക്കി വെച്ചിട്ട് കുറച്ച് ഓയിലും കൂടി ഒഴിക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു 3 വെളുത്തുള്ളി എടുക്കുന്നുണ്ട്. അത് ചെറുതായിട്ട് ഞാനത് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ഇതിനുള്ള പച്ചമുളകാണ്. ഒരു 2ഉം പിന്നെ ഒരു പകുതിയും പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് ഗ്യാസിൽ വെച്ചിട്ട് നന്നായിട്ട് പൊള്ളിച്ചെടുക്കണം. ഇതുപോലെ ആവണം ഈ പച്ചമുളക്. ഇതൊരു പ്ലേറ്റിലേക്ക് എടുത്ത് വെച്ചിട്ട് തണുത്ത് കഴിയുമ്പം ഇതിൻ്റെ പുറത്തെ ആ ഒരു ബ്ലാക്കൊക്കെ മാറ്റണം. ഇനി വേണ്ടത് ഒരു 3 സ്പൂൺ പാപ്രിക്കയും ആവശ്യത്തിന് സാൾട്ടും ഇട്ട് കൊടുക്കുക. ഇനി പുറത്തെ ബ്ലാക്കൊക്കെ കളഞ്ഞു വെച്ചിട്ടുള്ള ആ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ കൂടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി വെച്ചിട്ട് ഏകദേശം ഒരു 45 മിനിറ്റോളം ഗ്യാസിൽ വെച്ച് തന്നെ നന്നായിട്ട് ഇതിൻ്റെ ആ ഒരു തക്കാളിയുടെയൊക്കെ ആ ഒരു വെള്ളമില്ല അതൊക്കെ ഒന്ന് ഡ്രൈ ആയി വന്ന് ഓയിലിങ്ങനെ മേലെ ഇങ്ങനെ കിടക്കുന്നോടും വരെ റെഡിയാവും. ഈ 45 മിനിറ്റും സിമ്മിൽ തന്നെ വെച്ചിട്ട് വേണം ഇത് വേവിച്ചെടുക്കാം കേട്ടോ. ഇതാണ് ഇതിൻ്റെ ഫൈനൽ രൂപം. കാണാൻ നല്ല രസമുണ്ട്, കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതാണ് പീത്ത. ഇതിനുള്ളിലേക്ക് ഈ മദ്ബൂഹ കുറച്ച് വെച്ച് കഴിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. കാരണം എന്താണെന്നറിയോ, ഇതിന് നല്ല അത്യാവശ്യം സ്പൈസി ഉണ്ട്. നമ്മൾ മലയാളികൾക്ക് എന്തായാലും കുറച്ച് സ്പൈസിയൊക്കെ വേണമല്ലോ, അതല്ലേ നമ്മുടെ ഒരു ഇത്. അപ്പോൾ എല്ലാവരും ഇതുണ്ടാക്കുക, കഴിക്കുക. ഓക്കെ, ബൈ, താങ്ക് യു.